ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എനിക്ക് എസെൻഷ്യലാണ് എന്ന് തോന്നിയതുകൊണ്ടും മറ്റുള്ളവരിലേക്ക് അവയർനെസ് എത്തിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടുമാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ കളിയാക്കി ചിരിക്കണമെന്ന് തോന്നുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർ ദയവായിട്ട് ഈ വീഡിയോ കാണാതിരിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ സെക്സിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കേൾക്കുമ്പോൾ പല രക്ഷകർത്താക്കളായാലും അതുപോലെ പലരും കളിയാക്കി ചിരിക്കുകയും എന്തോ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കാര്യം കേട്ടതുപോലെയൊക്കെ അവർ സംസാരിച്ചെന്നിരിക്കും. അങ്ങനെ പറയുന്ന ആൾക്കാരായാലും ഒക്കെ അവർക്ക് ഒരു നെഗറ്റീവ് ചിന്തയോടെയാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അവർക്ക് അവരുടെ 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് 9ാം ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയുള്ള ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് ടീച്ചേഴ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലരത് നിങ്ങൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷൻ തന്നെയാണ്. അതിനെ നെഗറ്റീവായിട്ട് കാണുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അവരുടെ ടീനേജ് ടൈമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന പ്യൂബർട്ടിയിലേക്ക് കടക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെ ഒരു നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റും. ഒരുപാട് കൗമാര പ്രായക്കാരിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി അമ്മയോടോ അച്ഛനോടോ എന്താണ് സെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അടിക്കുകയാണ് പതിവ്. നിങ്ങളതല്ല ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെ ഒരു സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന, നമ്മുടെ പ്യൂബർട്ടി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റത്തെപ്പറ്റി വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് വേണ്ടുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൻ്റെ പുറകെ പോവാതിരിക്കുകയുള്ളൂ. ഒരു പരസ്യം ഇപ്പം ടി വിയിൽ കാണിക്കുന്ന സാനിറ്ററി പാഡ്സിൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് ഒരു കുട്ടി അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് അത് അറിയുന്നത് എന്നല്ല നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുക. അത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും അത് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികൾക്ക് ടീനേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് മെൻസ്ട്രുവേഷൻ ടൈം ആവും. അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാതിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ബ്ലഡ് കാണുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവപ്പെടും. ചിലർ പേടിച്ച് ബോധം കെട്ട് വീണെന്നിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അത് ആ കുഞ്ഞിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുകയും പേടിച്ചിട്ട് അതിന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ നല്ലൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുത്തു വെച്ചിരുന്നാൽ അവരത് കാണുമ്പോൾ അമ്മ അത് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ അത് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഇന്നതാണ് എന്നവർക്ക് ആ മനസ്സിലപ്പോൾ ഉണ്ടാവും. അതുപോലെ ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളിൽ ഇങ്ങനെയൊരു സംഭവം വരുമെന്നും
സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ ആ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് പെൺകുട്ടികളോട് തോന്നുന്ന ആ ഒരു നെഗറ്റീവ് ചിന്ത മാറുകയുള്ളൂ. ആ സമയത്ത് പെൺകുട്ടികൾക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദവും അതുപോലെ ശാരീരികമായ അസ്വസ്ഥതയും ഒക്കെ ഒരു ആൺകുട്ടിയെ അവെയറായിട്ടിരുന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സും കൂടി ആ കുട്ടിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന അവെയർനെസ് നിങ്ങൾ തന്നെ കൊടുക്കണം. വീട്ടിൽ അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അറിഞ്ഞുകൂടാത്തവർ അത് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത്. ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് അമ്മയും അച്ഛനും മറുപടി കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് തെറ്റായ ധാരണകളിലേക്ക് എത്തും. അവർ കാണുന്നതും കേൾക്കുന്നതും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിനെപ്പറ്റി അവെയറായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.